ഹായ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ഇന്നും ഒരു ന്യൂസ് ഞാൻ കണ്ടു. വീട്ടുവഴക്കിനെ തുടർന്ന് സ്വന്തം അമ്മ കുഞ്ഞിനെ വെള്ളത്തിൽ എറിഞ്ഞുന്നുണ്ട്. ഏതായാലും ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഫയർഫോഴ്സും എല്ലാം വന്ന് ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ കുടുംബ വഴക്കിനെ തുടർന്ന് ഭാര്യ ഭർത്താവ് നമ്മളെ വഴക്കിനെ തുടർന്ന് ഈ കുഞ്ഞുങ്ങളെ ആദ്യം കൊല്ലാൻ നോക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അത് കൂടുതലും ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്ന നിയമത്തെ പേടിയില്ലാത്തത് കൊണ്ടാണ് നിങ്ങളെല്ലാവരും ഇങ്ങനെ കാണിക്കുന്നതെന്നാണ്. നമ്മുടെ കേരളത്തിൽ തന്നെ അതിദാരുണമായി കൊല്ലപ്പെട്ട സംഭവങ്ങൾ സമീപകാലത്ത് ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ, അതായത് ഈ 2026 ഈ ലോകത്തെ തന്നെ നടുക്കിയ ഒരു സംഭവമാണ് ആ കുഞ്ഞിൻ്റെ മരണം. അർഷിത് എന്ന് പറയുന്ന തിരുവനന്തപുരം നെടുമങ്ങാട് ഒരു കുഞ്ഞ് മരിച്ചത്. ആ കുഞ്ഞ് മരിച്ചത് അതിൻ്റെ അമ്മയുടെയും രണ്ടാനച്ഛൻ്റെയും പീഡനത്തെ തുടർന്നാണ്. ഈ രണ്ടാനച്ഛൻ ഉപദ്രവിക്കുന്ന കാര്യങ്ങളെല്ലാം ആ അമ്മയ്ക്കും അറിയാമായിരുന്നു, അമ്മ കണ്ടിട്ടുമുണ്ട്. അതുപോലെ തന്നെ ആ രണ്ടാനച്ഛൻ്റെ അമ്മയ്ക്കും അറിയാം, രണ്ടാനച്ഛൻ്റെ പെങ്ങൾക്കും എല്ലാം ഇതൊക്കെ അറിയാതെ ഇവർക്കും ഒക്കെ പിള്ളേരും ഒക്കെ ഉള്ളതാണ്. എന്നാൽ പോലും ഒരു വട്ടം എതിർക്കുകയൊന്നും ചെയ്തില്ല. ആ കുഞ്ഞ് അനുഭവിച്ച വേദന എന്ന് പറഞ്ഞാൽ അത് നമുക്കൊരിക്കലും ഒന്ന് സങ്കല്പിക്കാൻ പോലും പറ്റത്തില്ലാത്ത വേദനകളാണ് ആ കുഞ്ഞ് അനുഭവിച്ചിരിക്കുന്നത്. ഒരു അമ്മയെന്ന് പറയുന്ന രീതിക്ക് ഇപ്പം എനിക്ക് തന്നെ അതൊന്നും ഉൾക്കൊള്ളാൻ പോലും പറ്റുന്നില്ല. ഒരു കുഞ്ഞിനെ ഇതുമാത്രം ഉപദ്രവിച്ചു എന്ന് കേൾക്കുമ്പോഴത്തേക്കും ഞാനും ഓർക്കും ആ കുഞ്ഞ് എങ്ങനെ ഈ വേദനകളെല്ലാം സഹിച്ചു എന്ന്. നാട്ടുകാരായ കുറേ എണ്ണങ്ങളുണ്ട്. ഇതുങ്ങളൊക്കെ കുറേയൊക്കെ കണ്ടതാണ്. 2 കൈ ഒടിഞ്ഞ കുഞ്ഞിനെ സൺഷെയ്ഡിൻ്റെ മണ്ടേ കയറ്റി നിർത്തുന്നതൊക്കെ കണ്ടതുമാണ്. മറ്റുള്ളവർ വന്ന് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ട് പോലും അവിടെയുള്ള ഒറ്റ ഒരുത്തനും പോലും കുറിച്ച് ചിന്തിക്കാനോ എടുക്കാനോ ചോദിക്കാനോ അല്ലെങ്കിൽ ഒന്ന് വിലക്കാനോ ഒന്നിനും പോയിട്ടില്ല. ഇന്നത്തെ കാലത്ത് ഈ സോഷ്യൽ മീഡിയയൊക്കെ ഇതുപോലെ എന്ത് കാര്യം ഉണ്ടെങ്കിലും അവിടെ ഓടിയെത്തുന്ന സോഷ്യൽ മീഡിയകളാണ്. അത്രയും വിപുലമായിട്ടുള്ള ഈ കാലഘട്ടത്തിൽ ആ ഒരു കുഞ്ഞിനെ ആർക്കും രക്ഷിക്കാൻ പറ്റിയില്ല എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാം അറിഞ്ഞിട്ട് പോലും ആരും അതിനെ എതിർത്തില്ല, ആരും അതിനുള്ള വേറൊരു നടപടി എടുക്കാനും പോയില്ല എന്നുള്ള കാര്യം ശരിക്കും ശോചനീയമായ അവസ്ഥയാണ്. നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ ഒരവിഹിതം നടന്ന് അവിടെ അന്നേരം ഓടിയെത്തുകയും ചെയ്ത് നാട് നിങ്ങളെ അറിയിക്കുകയും ചെയ്യും, ഇല്ലേ? ഒരവിഹിതമാണെങ്കിൽ 100% ഉറപ്പ്. അല്ലെങ്കിൽ പോട്ടെ, നമ്മുടെ വീട്ടിലോട്ട് അറിയാൻ മേലാത്ത ഒരാൾ, ഒരു പെണ്ണ് തന്നെ താമസിക്കുന്ന വീട്ടിലോട്ട് അറിയാൻ മേലാത്ത ഒരാൾ ഒരു ഡെലിവറിക്ക് വന്നാൽ തന്നെ ചുറ്റുപാടും കണ്ണുകൾ പോകും. അതിനൊക്കെ ഭയങ്കര ശ്രദ്ധയാണ്. പക്ഷേ ആ ഒരു ഇച്ചിരിയില്ലാത്ത കുഞ്ഞിനെ ആ ഒരു വീട്ടിൽ ഇട്ട് ദ്രോഹിക്കുന്നു എന്നറിഞ്ഞിട്ട് പോലും അതിനെതിരെ പ്രതികരിക്കാനോ അതിനെതിരെ ഒരു നടപടി എടുക്കാനായിട്ടോ ആ സമൂഹത്തിൽ ആർക്കും പറ്റിയിട്ടുമില്ല. ചൈൽഡ് വെൽഫെയർ ഉണ്ട്, അതുപോലെ തന്നെ ഇന്ന് അംഗൻവാടി ടീച്ചേഴ്സും എല്ലാവരും എപ്പോഴും ചെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതുപോലെ ഹെൽത്തിൽ നിന്നും നമ്മുടെ ആൾക്കാർ എപ്പോഴും പോയി ഓരോ വീടുകളും സന്ദർശനം നടത്തുന്നതാണ്. എന്നാൽ പോലും ആ ഒരു കുഞ്ഞിനെ ഉണ്ടായ ആ ഒരു പീഡനത്തിനെ എതിർക്കാനായിട്ട് ആർക്കും പറ്റിയില്ല എന്നറിയുമ്പോഴത്തേക്കിന് എന്തുകൊണ്ടാണ് ണെന്നൊന്നും നമുക്കറിയാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട് അവരതിനെതിരെ പ്രതികരിച്ചില്ല എന്ന് നമുക്ക് ചിന്തിക്കണം. നമ്മളൊക്കെ പ്രതികരിക്കും, 100% ഉറപ്പായിട്ടും പ്രതികരിക്കുക തന്നെ. ഒരു കുഞ്ഞിനെ നമ്മൾ ഇങ്ങനെ ഇട്ട് ഉപദ്രവിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ 100% ഉറപ്പായിട്ടും നമ്മൾ അതിനോട് പ്രതികരിക്കുക തന്നെ ചെയ്യും. 2026 നടന്നതാണ്. ഇത് നടന്നിട്ടിപ്പോൾ ഒരാഴ്ച അങ്ങോട്ട് കഴിഞ്ഞു. അത്രേ ആയതേ ഉള്ളൂ, അത്രയ്ക്ക് ആയതേ ഉള്ളൂ. അല്ലാതെ അതിൻ്റെ ചൂട് പോലും ഒന്നും അറിയിട്ടില്ല. അന്നേരമാണ് അടുത്തത് ഒരു കുഞ്ഞിനെ ആടെ കിണറ്റിലെടുത്ത് എറിഞ്ഞിരിക്കുന്നത്, വെള്ളത്തിലെറിഞ്ഞിരിക്കുന്ന ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തി എന്നാണ് അറിയാൻ പറ്റിയത്. ഫയർഫോഴ്സ് എല്ലാം വന്ന് രക്ഷപ്പെടുത്തി എന്നാണ് അറിയുന്നത്. അതുകൊണ്ട് ആ കുഞ്ഞ് മരിച്ചിട്ടില്ല. അതെന്നാന്ന് വെച്ചാൽ നിയമം അത്രയ്ക്കേ ഉള്ളൂ. ഈ 1 വർഷം കഴിയുമ്പോഴത്തേക്കും ഈ പറയുന്ന ഈ അർഷിതിനെ കൊന്ന അതിൻ്റെ അമ്മ അഖില എന്ന് പറയുന്നവരും ആ കൊലപാതകിയായ ആ രണ്ടാനച്ഛനും ഉറപ്പായിട്ടും 1 വർഷം കഴിയുമ്പോൾ ജാമ്യത്തിൽ ഇറങ്ങുകയും ചെയ്യും. അവർ പണ്ടത്തെ പോലെ തന്നെ ജീവിക്കുകയും ചെയ്യും, 100% ഉറപ്പാണ്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ വർഷം അമ്മയും അമ്മാവനും കൂടി ഒരു കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞു കൊന്നായിരുന്നു. ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എല്ലാവരും കുറേ കൊട്ടിഘോഷിച്ച് പത്രക്കാരും എല്ലാവരും നടന്നതാണ്. ഇന്ന് ന്യൂസ് വന്നാണ് അതിൻ്റെ അമ്മ ജാമ്യത്തിലിറങ്ങി. നിയമമാണ്. ഒരു 1.5 വയസ്സുള്ള കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് അമ്മയും അമ്മാവനും കൂടെ കൊന്നിട്ട് അതിൽ അമ്മയ്ക്ക് ജാമ്യം കിട്ടി, അമ്മ ഇറങ്ങി. 1 വർഷം ആയതേ ഉള്ളൂ, അമ്മയ്ക്ക് ജാമ്യം കിട്ടി, അമ്മ ഇറങ്ങി. നല്ല നടപ്പ് നടന്നു കഴിഞ്ഞാൽ എല്ലാവരും ഇറക്കി വിടുക. എന്ത് കുറ്റം ചെയ്തവനും ജയിലിൽ പോയി നല്ല നടപ്പ് നടക്കാൻ എല്ലാവരെ കൊണ്ടും പറ്റും. കാരണം അവിടെ വേറൊന്നും ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? പിന്നെ അടുത്ത് കിടക്കുന്ന സെല്ലിൽ കിടക്കുന്ന അടുത്ത ആളോട് ഇടികൂടാൻ പോയാൽ 100% ഉറപ്പാണ് പോലീസുകാർ എടുത്തിട്ട് മെയ്യോന്ന് അറിയാവുന്നതുകൊണ്ടും അവരതൊന്നും ചെയ്യത്തില്ല. നല്ല നടപ്പം കാണിക്കും. ഈ നല്ല നടപ്പ് കാണിക്കുമ്പോൾ 1 വർഷം കഴിയുമ്പോൾ അവർ ജാമ്യത്തിൽ ഇറങ്ങും. ഇതൊക്കെ തന്നെ. ഇനി പൈസ കെട്ടി വെച്ച് കഴിഞ്ഞാൽ അവർ ആ കേസിൽ നിന്ന് ഊരിപ്പോരും. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇപ്പം തന്നെ എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ന്യൂസ് വന്നത് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ എത്രയോ കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാൻ പറ്റുമല്ലോ. ഇപ്പം 2025 ഈ 2025 നമുക്ക് പുത്തൻകുരിശ് എറണാകുളത്ത് 3 വയസ്സുള്ള കുഞ്ഞിനെ അമ്മ പുഴയിൽ എറിഞ്ഞു പോകുന്നു. അത് അച്ഛൻ്റെ അനിയൻ അതിനെ ശാരീരികമായിട്ടും അതിക്രൂരമായി ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയതുമാണ് ആ കുഞ്ഞിനെ. ആ അമ്മയും ആ അച്ഛൻ്റെ അനിയനെയും അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിട്ടുണ്ട്. പക്ഷേങ്കിൽ അവർക്കിനി എന്ത് ശിക്ഷ എന്നൊന്നും നമുക്കറിയത്തില്ല. അവർക്ക് വിചാരണ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞെടുത്ത് ഇടയ്ക്കിടയ്ക്ക് ന്യൂസുകൾ വരുന്ന കാണാം. പക്ഷേ എന്ത് വിചാരണയാണ്, എന്താണ് എന്നൊന്നും നമുക്കറിയാൻ പറ്റുന്നില്ല. ആ
അവരും ജയിലിൽ കിടക്കുന്നു എന്നുള്ളത് മാത്രമേ നമുക്കറിയത്തുള്ളൂ. അതുപോലെ 2020 കണ്ണൂരിലെ 5 വയസ്സുള്ള കുഞ്ഞിനെ 5 വയസ്സുള്ള കുഞ്ഞിനെ അമ്മ കടലിൽ എറിഞ്ഞു പോകും. അതും കാമുകൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണെന്ന് ഓർക്കണം. അതൊന്ന് ആലോചിക്കണം. അതൊക്കെ നമ്മളൊക്കെ ശരിക്കും സ്തംഭിച്ച് നിന്നൊരു സംഭവമാണ് 2020 നടന്നതൊക്കെ. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. ആ ഒരു വാർത്ത കേട്ടപ്പോഴത്തേക്കിന് നടുങ്ങി നടക്കും. കാരണം നമുക്കും കുഞ്ഞുങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ ചിന്തിച്ച് പോകും, അയ്യോ നമ്മുടെ കുഞ്ഞിനിങ്ങനെ ഒരു അവസ്ഥ വന്നാൽ നമുക്കങ്ങനെ ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്കൊക്കെ കാമുകൻ്റെ കൂടെയൊക്കെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളെ ഒന്നും ഇല്ലെങ്കിൽ അനാഥാലയത്തിലാണെങ്കിലും കൊണ്ടുവന്ന് വിട്ടിട്ട് അവനവൻ്റെ ജീവിതം നോക്കി പോയാൽ മതി, പോരെ? അല്ലെങ്കിൽ അപ്പനുണ്ടെങ്കിൽ അപ്പന് വേണമെന്നുണ്ടെങ്കിൽ അപ്പനും കൊടുത്തിട്ട് നിങ്ങൾ പോയി ജീവിക്കുക. അവരെവിടെയാണെന്ന് വെച്ചാൽ പോയി ജീവിക്കണം. എന്നിട്ട് ഈ കൊല്ലാൻ നിൽക്കുന്നത് എന്നിട്ട് നിനക്കൊക്കെ ജീവിതം കിട്ടിയോ? നിനക്കൊക്കെ ജീവിതം കിട്ടിയോ? ഒരിക്കലും കിട്ടിയില്ലല്ലോ. ജയിലിൽ പോയി ജയിലിനാളെ പോയി കിടക്കുന്നില്ല, ജയിലിൽ കിടക്കുമല്ലേ? നിനക്ക് എന്നിട്ട് ആ കാമുകൻ്റെ കൂടെ ജീവിക്കാൻ പറ്റുമോ? അങ്ങനെ വന്നിട്ട് ആ കാമുകൻ 2 ദിവസം നിന്നെ കൊണ്ട് നടക്കും. 3-ാമത്തെ ദിവസം അവനും കൊണ്ട് കളയത്തുള്ളൂ. കാരണം അവനും വന്നിട്ട് ചിന്തിക്കും, നാളെ എനിക്കും ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ വേറൊരുത്തിനെ കണ്ടു കഴിയുമ്പോഴത്തേക്കിന് അവൾ ആ കുഞ്ഞിനെ ഇങ്ങനെ ചെയ്തിട്ട് അടുത്തവനൂടെ പോയാലോ എന്ന് ചിന്തിക്കും. ഏതായാലും നമ്മുടെ കുഞ്ഞിനോടില്ലാത്ത ആത്മാർത്ഥതയൊന്നും ഒരിക്കലും ഒരുത്തനോട് നമുക്ക് പെറ്റ കുഞ്ഞിനോട് തോന്നാത്ത ഒരാത്മാർത്ഥതയും ഒരു സ്നേഹം കൂടുതലും ഒന്നും ഏതായാലും ഇന്നലെ കണ്ട ഒരുത്തനോട് ഒരിക്കലും ഉണ്ടാവാൻ പോകുന്നില്ല. അത് 100% ഉറപ്പാണ്. പിന്നെ നിൻ്റെയൊക്കെ മനസ്സൊക്കെ എന്താണ് ഇങ്ങനെ ചിന്തിക്കുന്നതെന്നൊന്നും എനിക്ക് മനസ്സിലാകാൻ പറ്റുന്നില്ല. അതുപോലെ 2021 ചാത്തന്നൂർ കൊല്ലം. അത് കരിയിലക്കൂട്ടത്തിൽ നവജാത ശിശുവിനെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. ആ കുഞ്ഞ് എന്നിട്ട് അതിന് ശേഷം മരിക്കുകയും ചെയ്തു. അത് കുഞ്ഞിൻ്റെ അമ്മയെ രേഷ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തു. അത് ഫേസ്ബുക്കിൽ കണ്ട കാമുകനോടൊപ്പം ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ഭയങ്കരമാണ്. ഫേസ്ബുക്കിൽ കണ്ട കാമുകനോടൊപ്പം ജീവിക്കും. എന്നെ തൊടുപുഴ 2019 മാർച്ചിൽ 7 വയസ്സുള്ള കുഞ്ഞിനെ അതിൻ്റെ രണ്ടാനച്ഛൻ അതിക്രൂരമായി മർദ്ദിച്ചു കൊന്നതാണ്. അത് 2 പിള്ളേരുണ്ടായിരുന്നു. 7 വയസ്സുള്ള ഒരു കുഞ്ഞുണ്ടായിരുന്നു, 3-4 വയസ്സുള്ള ഒരു കൊച്ചും ഉണ്ടായിരുന്നു. അതിൻ്റെ അമ്മയുടെ കാമുകനും പിള്ളേരും എല്ലാവരുമായിട്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. അത് ആ കുഞ്ഞിനെ, മൂത്ത കുഞ്ഞിനെ നല്ലപോലെ അവൻ ഉപദ്രവിക്കാൻ, 2ാമത്തെ കുഞ്ഞിനെ അവൻ നല്ലപോലെ ഉപദ്രവിക്കുമായിരുന്നു. അന്നേരത്തേക്കിന് ഇളയ കുഞ്ഞിനെ ഉപദ്രവിക്കുന്ന കണ്ടുകൊണ്ട് മൂത്ത കുഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് കയറിയതിൻ്റെ ദേഷ്യത്തിനാണ് ഇവൻ ആ കുഞ്ഞിനെ അടിച്ചു കൊല്ലാൻ തല കൊണ്ടുവന്ന് ഭിത്തിയിലിട്ട് ഇടിപ്പിക്കുകയും ചവിട്ടുകയൊക്കെ ചെയ്ത് ആ കുഞ്ഞ് മരിച്ചുപോയി. എന്നിട്ട് അവളും അവിടെ കെട്ടിയനും കൂടെ ആശുപത്രി ചെന്ന് കുറേ നാടകം കാണിച്ചു. പക്ഷേ ലാസ്റ്റ് പിന്നെ ഇവർക്ക് ഡോക്ടർമാർക്ക് തന്നെ കണ്ടപ്പോഴത്തേക്കിന് മനസ്സിലായി ഇത് ആ കുഞ്ഞിനെ കൊന്നതാണെന്ന് മനസ്സിലായി. അങ്ങനെ ലാസ്റ്റ് അന്വേഷണം പിടിച്ച് വന്നപ്പോഴത്തേന് ഒരു കാര്യം കൂടെ മനസ്സിലായി. ആദ്യ ഭർത്താവിനെ അവൾ കൊന്നതാണ്, അറ്റാക്കാണ് എന്ന് പറഞ്ഞിട്ട് അവൾ കൊന്നതാണെന്ന് തന്നെ മനസ്സിലായി. അത് ഇവൻ്റെ കൂടെ കാമുകൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണെന്ന് ഓർക്കണം. അത് അങ്ങനെ ഒരു കേസ്. 2021 ഇടുക്കി വാണ്ടമേടിൽ 6 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയെ പിതാവും 2ാമയും ചേർന്ന് അതിക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെട്ടു. ആ കുട്ടിയുടെ ശരീരത്തിലും പഴയതും പുതിയതുമായ നിരവധി മുറിവുകൾ പോസ്റ്റ്മോർട്ടത്തിനിടെ കണ്ടെത്തിയായിരുന്നു. ഇതൊക്കെയെന്ന് വെച്ചാൽ നമ്മൾ ന്യൂസിനകത്ത് വന്നുള്ള ന്യൂസുകളാണ്. ന്യൂസ് വഴി അറിഞ്ഞാൽ ഇനി ന്യൂസ് വഴി അറിയാത്ത എത്രയോ ഉണ്ട്. അതുപോലെ ഈ 2026 ഹരിപ്പാട്, നമ്മുടെ ഇവിടെ ഹരിപ്പാട് കൊന്ന കുഞ്ഞിനെ ജനൽ വഴി അറിഞ്ഞു. അത് 19 വയസ്സുള്ള കുഞ്ഞ്. ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, ഈ 19 വയസ്സുള്ള പെണ്ണ് ഗർഭിണിയായത് ആരും അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ വിശ്വസിക്കുമോ? അതും 3.5 കിലോയുള്ള കുഞ്ഞും ഉണ്ടായി. ഒരു ഗുളിക കഴിച്ചിട്ടില്ല, ഒരു മെഡിസിൻ എടുത്തിട്ടില്ല, അവൾ സ്കാനിങ് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ആ കുഞ്ഞ് 3.5 കിലോ, നല്ല പൂർണ്ണ ആരോഗ്യത്തോടു കൂടി. അന്നേരം അഖിൽമാരാരെന്ന് പറയുന്ന വ്യക്തി പറഞ്ഞത് ശരിക്കും ശരിയാണ്. ഈ ഹോസ്പിറ്റലുകാരൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതൊരു കച്ചവടമായിട്ട് വലിയ സംഭവമാണ് എന്ന് പറഞ്ഞ് കച്ചവടത്തിന് വേണ്ടി അവർ കൊണ്ടു നടക്കുകയാണെന്നാണ് ഇപ്പം എനിക്ക് തോന്നുന്നത്. കാരണം 19 വയസ്സുള്ള ഒരു കുഞ്ഞ്, ഒരു പെൺകുട്ടി വെച്ചാൽ അവൾക്ക് ഒന്നും അറിയത്തില്ല. അത് പ്രായമാണ്. നമ്മളങ്ങനെയാണ് കണക്കാക്കിയിരിക്കുന്നത്, ഒന്നും അറിയാൻ മേലാത്ത പ്രായം. നമുക്കൊക്കെ ഈ സമയത്തൊക്കെ ഒരു നമ്മളൊക്കെ 19ാമത്തെ വയസ്സ് പ്രഗ്നൻ്റ് ആയതുകൊണ്ട് നമുക്ക് അത് എന്ത് ചെയ്യണം, എന്നെ ചെയ്യണം, വയറ് വലുതാകുമ്പോഴൊക്കെ നമുക്ക് ആദ്യം കയറും. ആദ്യത്തെ ആ ഒരു പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ നമുക്ക് എന്തുകൊണ്ടും ഒരാദ്യം പിടിച്ച ടെൻഷൻ നിറഞ്ഞ ആ ഒരു സമയമായിരിക്കും. പക്ഷേ ഇത് ഒന്നും അറിയാൻ മേലാത്ത ഈ ഒരു കുഞ്ഞ് 19ാമത്തെ വയസ്സിൽ അവൾ ഗർഭിണിയായി കുഞ്ഞിനെ ബാത്റൂമിൽ കയറി പ്രസവിച്ചു. എന്നിട്ട് പൊകിൾ കൂടി കടിച്ചു മുറിച്ചെടുത്തു. എന്താണ് നമ്മൾ ആ സമയത്തൊക്കെ പ്രസവവേദനയുടെ സമയത്തൊക്കെ ബോധമില്ലാതെ കിടന്ന് കളിക്കുന്ന സമയത്ത് ഈ പെൺകുട്ടി ഇതൊക്കെ എങ്ങനെയൊക്കെ കാണിച്ചു എന്നുള്ളത് ഓർക്കുമ്പോഴത്തേക്കും നമുക്കൊരിക്കലും ഈ കാലത്തിൻ്റെ പോക്ക് എന്താണെന്നോ എന്നാണെന്നോ ഒന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ എനിക്ക് ഞാനൊരു കാര്യം പറയാം, ഈ കുഞ്ഞുങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയണമെന്നുണ്ടെങ്കിൽ നിയമം ഉറപ്പായിട്ടും നല്ലൊരു നിയമം, പേടിക്കുന്ന നിയമം. ഈ കുറേ എണ്ണങ്ങൾ 2020 മുതൽ ഇങ്ങോട്ടേക്കും 2019 മുതൽ ഇങ്ങോട്ടേക്കും കുറേ എണ്ണങ്ങളെ പിടിച്ച് ജയിലിൽ ഇട്ടിട്ടില്ലേ? ഏതെങ്കിലും ഒരെണ്ണത്തിനെങ്കിലും തക്കതായ ഒരു ശിക്ഷ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 100% ഉറപ്പായിട്ടും ഇനിയും ഇതുപോലെയുള്ള അക്രമങ്ങൾ ഉണ്ടാവാതെ ഇരിക്കുമെന്നാണ് തോന്നുന്നത്. അതും പേടിക്കുന്ന നിയമം തന്നെ വരണം. നമ്മുടെ നിയമം ആദ്യം അഴിച്ചു പണിയേണ്ടത് നമ്മുടെ നിയമമാണ്. നമ്മുടെ നിയമങ്ങൾ അഴിച്ചു പണിയണം. അതുപോലെ ഈ കുറ്റമെല്ലാം തെളിഞ്ഞു കഴിഞ്ഞ് പിന്നെ ഈ കോടതി നിങ്ങളെ വിചാരണ എന്നും പറഞ്ഞുകൊണ്ട് ഈ പ്രതികളെ കൊണ്ട് നടക്കുന്ന ആ ഒരു പരിപാടിയേക്കാൾ എന്ത് നല്ലതാണ് ആ കുഞ്ഞിനെ ഇങ്ങനെയാണ് കൊന്നതെന്നറിയുമ്പോൾ അതിന് തക്കതായ ശിക്ഷ കൊടുത്ത് അവരെ അങ്ങ് കൊല്ലുക എന്നുള്ളത്.
അങ്ങനെ ഒന്ന് രണ്ടെണ്ണത്തിന് ശിക്ഷ കൊടുത്തു കഴിയുമ്പോൾ 100% ഉറപ്പായിട്ടും അടുത്ത ഒരാളുടെ മനസ്സിലിങ്ങനെ തോന്നുമ്പോൾ ആ ഒരു ശിക്ഷയെക്കുറിച്ച് അവരുടെ മനസ്സിൽ ഓർമ്മ വരികയും അവർ ആ ഒരു ശിക്ഷയെ പേടിച്ചെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളെ അവർ പൊന്നുപോലെ നോക്കുമെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ശിക്ഷയെ പേടിച്ചെങ്കിലും അവരിതുപോലെ അതിക്രൂരമായിട്ടൊരിക്കലും കൊല്ലപ്പെടത്തില്ല എന്ന് നമുക്ക് മനസ്സുകൊണ്ട് ഇതാക്കാം. അതുപോലെ തന്നെ ഇതെല്ലാം പോട്ടെ 15 വയസ്സുള്ള ഒരു ചെറുക്കൻ സഹപാഠികളുടെ മർദ്ദനത്തെ തുടർന്ന് മരിച്ചു. എന്നിട്ട് ആ സഹപാഠികൾക്ക് 10ാം ക്ലാസ് എഴുതാനുള്ള പെർമിഷൻ കൊടുത്തു. എന്ത് ഫലമാണുള്ളത്? അതുങ്ങളെ കൊണ്ട് 10ാം ക്ലാസ് എഴുതിച്ച്. അങ്ങനെ ആ ദാരുണമായി കൊല്ലപ്പെട്ട ആ കൊച്ചിൻ്റെ ഭാവിയോ? അവനൊരു ഭാവിയില്ലായിരുന്നു. അവൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിച്ചില്ലേ? എന്താണ് ഗവൺമെൻറ് ആയാലും നിയമപാലകർ ആ കുഞ്ഞിനെ കൊലപ്രാശി ആ കുഞ്ഞിനെ ആർഷിത എന്ന കുഞ്ഞിനെ കൊലപ്പെടുത്തിയപ്പോഴത്തേക്കിന് പിന്നെ ആ തെളിവെടുപ്പിന് കൊണ്ടുവന്ന പ്രതിയെ കൈയേറ്റം ചെയ്യാനായിട്ട് നാട്ടുകാർ നുണിഞ്ഞിറങ്ങി തിരിച്ചപ്പോഴത്തേക്കിന് അവരോട് പറയുന്നത് കേട്ടോ പോലീസുകാർ, എന്താണ് ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകുക എന്നുള്ളതാണ് ഞങ്ങളുടെ കടമ എന്ന്. 1.5 വയസ്സുള്ള ഒരു കുഞ്ഞിന് കിട്ടാത്ത എന്ത് സംരക്ഷണമാണ് ഇന്ന് ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഞങ്ങളെപ്പോലുള്ളവർക്ക് നിങ്ങൾ തരുന്നത്? 1 വയസ്സുള്ള ഒരു കുഞ്ഞ് ആ വീട്ടിൽ സേഫ് അല്ല എന്ന് പറയുമ്പം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ കാണുന്ന ലോകത്തുള്ള ജനങ്ങൾ, നമ്മുടെ ഈ കേരളത്തിലുള്ള ജനങ്ങൾ ആരാണ് ഇന്ന് ഒരു വീട്ടിൽ സേഫായിട്ടിരിക്കുന്നത്? ഇന്ന് സന്ധ്യ കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തിറങ്ങാനായിട്ട് എല്ലാവരും ഒന്ന് മടിക്കും. കാരണം ഇന്ന് നമ്മുടെ ലോകം അങ്ങനെയാണ്. പുറത്തിറങ്ങിയാൽ ആര് എങ്ങനെ എപ്പോൾ എങ്ങനെ പ്രതികരിക്കുമെന്നൊന്നും നമുക്കറിയാൻ പോലും പറ്റത്തില്ലാത്ത സാഹചര്യത്തിലോട്ടാണ് നമ്മുടെ കാലം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് നിയമം പൊളിച്ചെഴുതപ്പെടേണ്ട സമയം കഴിഞ്ഞു. നിയമം പൊളിച്ചെഴുതപ്പെടാതെ നമ്മുടെ ലോകത്ത് ഇനിയും നമ്മുടെ ഈ കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ പണ്ടത്തെ UP പോലെയൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളമെന്ന്. ഒരു മനുഷ്യ സ്നേഹം എന്ന് പറയുന്ന ഒരു ശകലം പോലും തൊട്ട് തീണ്ടാത്ത ഒരു നാടായി വർഗീയ കൊലപാതകവും വരെ ഇന്ന് നമ്മളത് കേരളത്തിൽ നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കട്ടെടുത്ത ഒരു വ്യക്തിനെ അടിച്ചു കൊന്ന നാടാണ് നമ്മുടെ കേരളം. അറിയാതിരിക്കുമല്ലോ അല്ലേ? അത്രയും ദാരുണമായ സംഭവങ്ങൾ വരെ നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുണ്ട്. ഒരു നേരത്തെ ആഹാരം കട്ടെടുത്തതിനാണ് ആ ഒരു വ്യക്തിനെ അടിച്ചു കൊന്നതെന്ന് ആലോചിക്കണം. അതുവരെ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നിയമങ്ങൾ പൊടിച്ചെഴുതപ്പെടേണ്ട സമയം. ഒരു സദാചാരം നടന്നാൽ പ്രതികരിക്കാൻ ഇഷ്ടംപോലെ ജനങ്ങളുണ്ട്. പക്ഷേ എങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കെതിരെയുള്ള അതിക്രമത്തെ തടയാനോ അവർക്കെതിരെയുള്ള നടപടികൾ എടുക്കാനോ ഒന്നിനും ഇന്ന് നമ്മുടെ നാട്ടിൽ ആരുമില്ല. നമ്മുടെ ലോകത്തിൻ്റെ പുക എങ്ങോട്ടാണെന്ന് പോലും നമുക്ക് ആർക്കും ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഇപ്പം ഇങ്ങനെ കുറേ വീഡിയോ ഇട്ടാലോ ഇതൊന്നും ഒരിക്കലും നേരെയാവില്ല. ഇങ്ങനെ കുറേ വീഡിയോ ഒക്കെ ചെയ്ത് റീച്ച് നേടാമെന്നല്ലാതെ ഇതിനൊന്നിനും ഒരു പരിഹാരമാവത്തേയില്ല. പക്ഷേ എങ്കിൽ നിയമം പൊളിച്ചെഴുതപ്പെടേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ഒത്തിരി അതിക്രമിച്ചു കഴിഞ്ഞു. കൂടുതലും നമ്മളെയൊക്കെ ഏറ്റവും കൂടുതലായിട്ട് ബാധിക്കുന്ന പ്രശ്നമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ. അതൊരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതൊരു മറ്റൊരു കുഞ്ഞിനാന്ന് പറഞ്ഞാൽ പോലും അച്ഛനും അമ്മയുമായിട്ടിരിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഉറപ്പായിട്ടും അത് കാണുമ്പോഴത്തേക്കിന് മാനസികമായിട്ട് പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇതിനെതിരെ പ്രതികരിച്ചേ പറ്റൂ. നിയമങ്ങൾ മാറ്റി എഴുതപ്പെട്ടേ പറ്റുള്ളൂ. നമ്മുടെ നിയമങ്ങൾ മാറ്റി എഴുതപ്പെടാതെ മാറ്റി എഴുതപ്പെട്ടിട്ടും കാര്യമില്ല. മാറ്റി എഴുതപ്പെട്ട് അത് നടപ്പാക്കിക്കഴിഞ്ഞാൽ 100% ഉറപ്പായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇനിയുള്ള കുഞ്ഞുങ്ങളെങ്കിലും സമൂഹത്തിൽ സുരക്ഷിതരായിട്ട് ജീവിക്കുമെന്നും നമുക്ക് സമൂഹത്തിൽ സുരക്ഷിതരായിട്ട് ഇറങ്ങി നടക്കാൻ പറ്റുമെന്നും ഒക്കെ ഉള്ളൊരു പ്രതീക്ഷയുണ്ട്. നിയമം മാറ്റി എഴുതി വരണമെങ്കിലും നടപ്പാക്കി കഴിഞ്ഞാൽ. എന്താണെങ്കിലും എനിക്ക് പറയാനുള്ളത് ഞാനിന്ന് പറയുകയാണ്. 100% ഉറപ്പായിട്ടും എതിർക്കേണ്ട കാര്യങ്ങൾക്ക് മറ്റൊരു വീട്ടിൽ എന്തെങ്കിലും ഒരു അതിക്രമം നടന്നാൽ നമ്മളെ കൊണ്ട് എതിർക്കാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും എതിർക്കുക. അറിയിക്കേണ്ട അധികൃതരെ അന്നേരം അറിയിക്കുക. നമ്മുടെ വീട്ടിലല്ല പോലും കൊച്ചു കുഞ്ഞുങ്ങളാണ്, അവരെവിടെയാണെങ്കിലും സുരക്ഷിതരാണ് എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തുക. നമ്മളെ കൊണ്ട് ഇന്ന് അതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ബാക്കിയൊക്കെ ദൈവത്തിൻ്റെ കയ്യിലായിട്ട് കിട്ടും.